റെപ്രസെന്റ് റിലേഷൻസ് യൂസിങ് മെട്രിക്സ്. അപ്പൊ ഇതെങ്ങനെ റെപ്രസെന്റ് ചെയ്യണം, മെട്രിക്സിന്റെ ഓർഡർ എന്താണ്, അതൊക്കെയാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യണത്. ഇവിടെ 2 1 ഉണ്ട്, 3 2 ഉണ്ട് അല്ലെ എലമെന്റ്സ്. അതിൽ ഫസ്റ്റ് എലമെന്റിന്റെ ഫസ്റ്റ് കോർഡിനേറ്റ് നോക്കൂ, അതിൽ 2 വന്നിട്ടുണ്ട്, 3 3 വന്നതിന്റെ അർത്ഥം നമ്മുടെ മെട്രിക്സില് എത്ര റോസ് ഉണ്ടായിരിക്കും, 3 റോസ് ഉണ്ടാവും. അതേപോലെ തന്നെ ഇവിടെ 1 2 ഇവിടെ 2 സെക്കൻഡ് കോർഡിനേറ്റ് നമുക്ക് എന്ത് വന്നിട്ടുണ്ട്, 2 വന്നിട്ടുണ്ട്. അതിന്റെ അർത്ഥം 2 കോളംസ് ഉണ്ടാവും. ഇനി ഇവര് പറയണ എലമെന്റ്സിന്റെ പൊസിഷനിൽ മാത്രം എന്ത് വരും, 1 വരും, ബാക്കി എല്ലാത്തിലും 0 വരും. ഇപ്പൊ 2 1 പറയണ സെക്കൻഡ് റോയില് ഫസ്റ്റ് കോളത്തിലുള്ള എലമെന്റ് എന്താവും, 1 ആവും. തേർഡ് റോയില് സെക്കൻഡ് കോളത്തിലുള്ള എലമെന്റ് എന്താവും, 1 ആവും. ബാക്കിയൊക്കെ 0 ആവും. നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ് എന്ത്, A11 A12 A21 A22 A31 A32 ഇങ്ങനെയല്ലേ നോർമലി ഒരു മെട്രിക്സിനെ നമ്മൾ എന്ത് ചെയ്യുക, റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, പിന്നെ തന്ന ആള് റിഫ്ലെക്സീവ് ആവാണോ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഡയഗണലി എല്ലാ വണ്ണും വരികയാണെങ്കിൽ അതെന്താണ്, റിഫ്ലെക്സീവ് ആണ്. ഇനിയിപ്പോ സിമെട്രിക് ആവണമെങ്കിൽ എന്തുണ്ടായാൽ മതി, അതിന്റെ കറസ്പോണ്ടിങ് റോയും കോളം ഈക്വൽ ആയാൽ മതി. ഇപ്പൊ ബി സി ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളം സെയിം ആയി, BCD അതേപോലെ തന്നെ ഇവിടെ BCD, ഇവിടെ അപ്പൊ ഇത് എന്തായി, തേർഡ് റോയും തേർഡ് കോളം ഈക്വൽ ആയി. ഇതിന് എക്സാമ്പിൾ പറയാ ഞാൻ 101 എഴുതാണെങ്കിൽ ഇതെന്തായി, 101. അടുത്ത നമുക്ക് എന്താ പറയാ, ഒരു വേറൊരു എക്സാമ്പിൾ ഇത് ഫില്ലാക്കാൻ വേണ്ടിയിട്ട് 01 എഴുതാണെങ്കിൽ ഇവിടെ 1 എഴുതണം. ഇവിടെ നമുക്ക് 10 മാത്രല്ലേ ഉള്ളൂ, ഇത് നമുക്ക് എന്ത് വേണേലും ഫില്ല് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് സിമെട്രിക് മെട്രിക്സ് ഒക്കെ നമുക്ക് ഓൾറെഡി അറിയണ കേസാണ്. ട്രാൻസിറ്റീവ് ആണോ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് തന്നിട്ടുള്ളത് എല്ലാതും ഒന്ന് ചെക്ക് ചെയ്യേണ്ടി വരും. ഇപ്പോ 1 1 ഉണ്ട്, 1 2 ഉണ്ട് അല്ലെ. ഇവിടെ എന്ത് വന്നിട്ടുണ്ട്, 2 1 ഉണ്ട്, 2 2 ഉണ്ട്. ഇതിന്റെ ട്രാൻസിറ്റീവിന്റെ എന്തെങ്കിലും ഇത് വയലേറ്റ് ചെയ്യണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പൊ ഇവിടെ 1 1 തുടങ്ങാണ്. ഇപ്പൊ 1 സ്റ്റാർട്ട് ചെയ്യണത് 1 2 മാത്രമേ ഉള്ളൂ. അപ്പൊ ട്രാൻസിറ്റീവ് ആണെങ്കിൽ 1 1 പോകണ്ട്, 1 2 പോകണമെങ്കിൽ നമുക്ക് എവിടേക്ക് പോകണം, 1 2 പോകണം. ഇനി 1 സ്റ്റാർട്ട് ചെയ്യണ വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അടുത്തേക്ക് പോയി 1 2 എഴുതി കഴിഞ്ഞാൽ 2 1 വരുന്നുണ്ട്, 2 2 വരുന്നുണ്ട്. ഇവിടുന്ന് നമുക്ക് എന്ത് വരണം, 1 1 എന്നുള്ള എലമെന്റ് വരണം. ഇവിടുന്ന് നമുക്ക് എന്ത് വരണം, 2 1 2 എന്നുള്ള എലമെന്റ് വരണം അല്ലെ. 1 2 പോയി 2 2 പോയാണെങ്കിൽ 1 2 എലമെന്റ് ഉണ്ടാവണം, അതിവിടെ ഉണ്ട്. ഇനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് 2 1 വെച്ചിട്ടാണ്. 2 1 വെച്ചിട്ട് തുടങ്ങുമ്പോൾ 1 2 വരും. അപ്പൊ നമുക്ക് 2 2 ഉണ്ടാവണം. അതൊക്കെ അതവിടെ ഉണ്ട്. ഇനി അടുത്തത് 1 വെച്ച് സ്റ്റാർട്ട് ചെയ്യണ ഇതല്ല, 1 1 ഉണ്ട്. അപ്പൊ നമുക്ക് 2 1 തന്നെ ഉണ്ടാവണം, അതും അവിടെ ഉണ്ട്. ഇനി അടുത്തത് 2 2 ആണ്. അപ്പൊ 2 സ്റ്റാർട്ട് ചെയ്യണത് ഏത് മാത്രമേ ഉള്ളൂ, 2 1 ഉള്ളൂ. അപ്പൊ നമുക്ക് എന്തുണ്ടാവണം, 2 2 പോയി 2 1 പോയി. അപ്പൊ നമുക്ക് 2 1 ഉണ്ടാവണം. അപ്പൊ നമുക്ക് ഇതെന്ത് കിട്ടി, ഇത് ട്രാൻസിറ്റീവിന് ഒരു എക്സാമ്പിൾ എഴുതി. നമുക്ക് അതുപോലെ ഇഷ്ടമുള്ള പോലെ എഴുതാം. ഇനി let R be a relation on a set of integers such that A related to B എന്ന് പറയുന്നത് A equal to B ആവണമെന്നാ പറയണത്. അപ്പൊ റിഫ്ലെക്സീവ് ആയിരിക്കും, കാരണം A equal to A തന്നെ പറയാം. സിമെട്രിക് ആയിരിക്കും, കാരണം A equal to B ആണെങ്കിൽ B equal to A എന്ന് പറയണം. ട്രാൻസിറ്റീവ് ആയിരിക്കും, കാരണം A equal to B, B equal to C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് എന്ത് എഴുതാം, A equal to C എന്ന് പറഞ്ഞിട്ട് എഴുതാം. അപ്പൊ അതെന്താണ്, ട്രാൻസിറ്റീവും കൂടി ആയിരിക്കും. ഇത് ഈ ഒരു ടൈപ്പ് ഓഫ് ചോദ്യം പണ്ട് 19 സ്കീമിൽ ചോദിക്കുന്ന ഒരു ടൈപ്പാണ്. അപ്പൊ നമുക്ക് ആകെ 2 പേപ്പർ അല്ലേ പുറത്തിറങ്ങിയിട്ടുള്ളൂ. അപ്പൊ നമുക്ക് 19 സ്കീമിനെയാണ് ആശ്രയിക്കാൻ പറ്റുന്നത്. A equal to 1 2 3 4 given an example of a relation which is reflexive, symmetric, not transitive. അപ്പൊ ഈ റിഫ്ലെക്സീവ് എന്ന് കേട്ട ഉടനെ ഇതിൽ 1 2 3 4 ഉള്ളത് കൊണ്ട് നമ്മൾ എല്ലാ 1 1 അങ്ങനത്തെ ടൈപ്പ് എന്ത് എഴുതണം, നമുക്ക് റിലേഷൻ എഴുതണം. കാരണം ഇപ്പൊ ഞാൻ 1 1 2 2 മാത്രം എഴുതി കഴിഞ്ഞാൽ അത് റിഫ്ലെക്സീവ് ആവില്ല. 3 3 4 4 ഇങ്ങനെയുള്ള എല്ലാവരുടെയും എഴുതിയാൽ മാത്രമാണ് എന്താവുള്ളൂ, ഈ റിഫ്ലെക്സീവ് കംപ്ലീറ്റ് ആവുള്ളൂ. അടുത്ത സിമെട്രിക് ആണ്. സിമെട്രിക് അവിടെ നിൽക്കട്ടെ. ഇവിടെ ഇപ്പൊ എഴുതിയ സംഭവം എന്താന്ന് മനസ്സിലായി, റിഫ്ലെക്സീവ് ആണ്. ഇപ്പൊ സിമെട്രിക് അല്ല എന്ന് പറയാൻ നമുക്ക് ഇതിന്റെ ഉള്ളിൽ ആരും വന്നിട്ടില്ല.
അപ്പൊ ഇത് ആക്ച്വലി സിമെട്രിക്കും കൂടിയാണ്. ഇനിയിപ്പോ ഇവിടെ നോട്ട് ട്രാൻസിറ്റീവും കൂടി തന്നിട്ടുണ്ട്. ട്രാൻസിറ്റീവ് അല്ലാതിരിക്കാൻ ഒരു എക്സാമ്പിൾ കൊടുക്കണം. അപ്പൊ ഞാൻ 1 2 എഴുതി, 2 3 എഴുതി, എന്റെ ആരില്ല 1 3 ഇല്ല. അപ്പൊ ഇത് ട്രാൻസിറ്റീവ് ആയിട്ടില്ല. അപ്പൊ എന്റെ സിമെട്രിക്കിന്റെ കണ്ടീഷൻ പ്രശ്നം വന്നില്ലേ? 1 2 ഉണ്ടെങ്കിൽ ആരുണ്ടാവണം? 2 1 ഉണ്ടാവണം. 2 3 ഉണ്ടാവണമെങ്കിൽ ആരുണ്ടാവണം? 3 2 എന്ന് പറഞ്ഞിട്ടുള്ള എലമെന്റ് ഉണ്ടാവണം. അപ്പൊ ഇത് ഓക്കെ. അപ്പൊ എനിക്ക് എന്ത് കിട്ടി? റിഫ്ലെക്സീവ് ആണ്. സിമെട്രിക്കിന്റെ എല്ലാ കണ്ടീഷൻസും അവിടെ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. ട്രാൻസിറ്റീവ് അല്ല, കാരണം 1 2 ഉണ്ട്, 2 3 ഉണ്ട്, പക്ഷെ ആരില്ല 1 3 ഇല്ലാത്തത് കൊണ്ട് ഇതെന്തല്ല, ട്രാൻസിറ്റീവ് അല്ല. ഈ റിഫ്ലെക്സീവ് ആവണം, ട്രാൻസിറ്റീവ് ആവണം, സിമെട്രിക് ആവരുത്. അപ്പൊ റിഫ്ലെക്സീവ് ആവണം എന്ന് പറഞ്ഞപ്പോ തന്നെ ഞാൻ എന്ത് എഴുതി? 1 1 2 2 3 3 4 4 എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ 1 2 കൊണ്ടേ ഇട്ടു. അപ്പൊ 2 1 ഇല്ല. അപ്പോ ഇതെന്തായി? 2 1 ഇല്ലാത്തത് കൊണ്ട് ഇത് സിമെട്രിക് അല്ല. ട്രാൻസിറ്റീവ് ആണോ? 1 2 മാത്രമല്ല നമുക്കൊന്ന് ചെക്ക് ചെയ്യാലോ. 1 2 സ്റ്റാർട്ട് ചെയ്തു, അപ്പൊ എനിക്ക് എന്തുണ്ട്? 2 2 ഉണ്ട്, അപ്പൊ 1 2 ഉണ്ടാവണം. എനിക്ക് ട്രാൻസിറ്റീവ് അല്ല എന്ന് പറയാൻ ഒന്നും ഈ ഒരു നമ്മൾ എഴുതിയ റിലേഷന് കിട്ടിയില്ല. അപ്പൊ അതെന്താണ്? ട്രാൻസിറ്റീവ് ആണ്. സിമെട്രിക് അല്ല, കാരണം 1 2 ഉണ്ട്, 2 1 ഇല്ല. അപ്പൊ അതെന്തല്ല? സിമെട്രിക് അല്ല. ഇനി അതിൽ തന്നെ മൂന്നാമത്തത് സിമെട്രിക് ആവണം, ട്രാൻസിറ്റീവ് ആവണം, നോട്ട് റിഫ്ലെക്സീവ് എന്ന് പറഞ്ഞു. അപ്പൊ എളുപ്പമാണ്. 1 2 എന്ന് എഴുതി കഴിഞ്ഞാൽ സിമെട്രിക് ആവണം എന്ന് പറഞ്ഞാൽ 2 1 ആവണം. ഇപ്പൊ ട്രാൻസിറ്റീവ് ആവണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 1 കൂടി ആഡ് ചെയ്തു. ഇപ്പൊ നമുക്ക് 1 2 ട്രാൻസിറ്റീവിന്റെ ആണ് കുറച്ച് നേരം പിടിച്ച് നമ്മൾ ചെക്ക് ചെയ്യുക. 1 2 ഉണ്ട്, 2 1 ഉണ്ട്, 1 1 ഉണ്ട്, അപ്പൊ ഓക്കെ ആണ്. പിന്നെ 2 സ്റ്റാർട്ട് ചെയ്യണമൊന്നുമില്ല. ഈ 2 1 സ്റ്റാർട്ട് ചെയ്യണം ഞാൻ തുടങ്ങി കഴിഞ്ഞാൽ 2 1 ഉണ്ട്, 1 2 ഉണ്ട്. അപ്പൊ എനിക്ക് ആരും കൂടി ഉണ്ടാവണം? 2 2 കൂടി ഉണ്ടാവണം അല്ലെ? അപ്പൊ ഞാൻ ആ 2 2 കൂടി ആഡ് ചെയ്തു. ഇങ്ങനെയാണ് നമ്മൾ ഓരോ ക്വസ്റ്റ്യനിലും ചെക്ക് ചെയ്തിട്ട് കണ്ടത്. ഇപ്പൊ ചെക്ക് ചെയ്തില്ലെങ്കിൽ നമുക്ക് എന്ത് തോന്നും? നമ്മൾ എഴുതിയ ആള് ട്രാൻസിറ്റീവ് ആന്നുള്ള ബോധത്തിൽ അവിടെ ഇരിക്കും. പക്ഷെ അവിടെ ട്രാൻസിറ്റീവ് അല്ല, കാരണം 2 1 ഞാൻ ചെക്ക് ചെയ്യാൻ എടുത്തപ്പോ എനിക്ക് അതിൽ 2 2 ആവശ്യമാണ്. അതുപോലെ തന്നെ 2 1 എഴുതി, ഇനി 1 സ്റ്റാർട്ട് ചെയ്യണം, 1 1. അപ്പൊ എനിക്ക് എന്തുണ്ടാവണം? 2 1 അതിന്റെ ഉള്ളിൽ ഉണ്ടാവും. അതൊക്കെ ഉണ്ട് അതിന്റെ ഉള്ളില്. ഇനി 1 1 അപ്പൊ 1 2 സ്റ്റാർട്ട് ചെയ്യണ ഒരാളും കൂടി വന്നുല്ലോ. 1 2 സ്റ്റാർട്ട് ചെയ്യണ 2 2 കൂടി വന്നു, കണ്ടോ? അപ്പൊ ഇവിടെ 1 2 ഉണ്ടോ? 1 2 ഉണ്ട്. അപ്പൊ അതും പ്രശ്നമില്ല. ഇനി എനിക്ക് ചെയ്യേണ്ടത് 1 1 സ്റ്റാർട്ട് ചെയ്യണ സംഭവം ചെക്ക് ചെയ്യണതാണ്. ഇനി 1 സ്റ്റാർട്ട് ചെയ്യണ വേറെ 1 2 മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത് 1 2 ഉണ്ടായിരിക്കണം അല്ലെ? 1 1 റിലേറ്റഡ് ആണ്, 1 2 റിലേറ്റഡ് ആണെങ്കിൽ 1 2 റിലേറ്റ് ആവണം. ഇനി എനിക്ക് ചെക്ക് ചെയ്യാനുള്ള 2 2 ആണ്. അപ്പൊ 2 2 ഉണ്ട്, 2 1 ഉണ്ട്, അപ്പൊ 2 1 ഉണ്ടാവണം. അതവിടെ ഉണ്ട്. 4 എലമെന്റ്സ് കിട്ടി. അപ്പൊ ഈ പറയണ ആള് സിമെട്രിക് ആണോ? ആണ്, കാരണം 1 2 ഉണ്ടായപ്പോ 2 1 ഉണ്ടായി. ട്രാൻസിറ്റീവ് ആണ്, അതാണ് നമ്മൾ നന്നായി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നോട്ട് റിഫ്ലെക്സീവ് ആണ്, കാരണം ആരില്ല? 3 3 4 4 ഇല്ല. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. Let R be a relation on a set of real numbers, A related to B if and only if A minus B is integer. Is R is an equivalence relation എന്നാണ് നമ്മളുടെ ചോദ്യം. A minus B integer ആവണം അല്ലെ? അപ്പോ A minus A ചെയ്ത് കഴിഞ്ഞാൽ 0 വരും. നമുക്കറിയാം 0 is an integer. So A related to A ആണ്. അതുകൊണ്ട് അതെന്തായി? റിഫ്ലെക്സീവ് ആയി. അടുത്ത എനിക്ക് എന്തെടുത്തു? എ ബി എലമെന്റ് ഓഫ് ആർ ആണ്. ഇത് സിംപ്ലൈസ്. അതെങ്ങനെ എ ബി റിലേറ്റ് ആയേ? എ മൈനസ് ബി എന്ന് പറയുന്നത് ഒരു ഇന്റീജർ ആണ്, വേർ k1 ഈസ് ഇന്റീജർ. നമുക്കറിയാം എ മൈനസ് 1 ഇന്റീജർ ആണെങ്കിൽ ബി മൈനസ് എയും എന്തായിരിക്കും? ഇന്റീജർ ആയിരിക്കും. ഇപ്പൊ k1 ഇന്റീജർ ആണെങ്കിൽ മൈനസ് 1 എന്തായിരിക്കും? ഇന്റീജർ ആയിരിക്കും അല്ലെ? അപ്പോ നമുക്കത് കിട്ടി. ഇനി അടുത്തത് എന്താണ്? എ ബിയും ബി സിയും ഞാൻ ആറിന്ന് എടുത്തു. അപ്പൊ എ ബി ആറിലുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം എ മൈനസ് ബി ഈസ് ആൻ ഇന്റീജർ. ഞാൻ k1 കൊടുത്തു.
ബി സി ആറിലുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം എന്താ? ബി മൈനസ് സി ഈക്വൽ ടു K2. ഇനി ഇവിടെ എന്ത് സൈഡിൽ എഴുതണം? K1 ഈസ് ഇൻറ്റീജർ. അടുത്ത നമ്മൾ എന്ത് എഴുതണം? K2 ഈസ് ഇൻറ്റീജർ. അങ്ങനെ എഴുതി. ഇനി എനിക്ക് എന്ത് കിട്ടണം? എ സി റിലേറ്റഡ് ടു ആർ എന്ന് കിട്ടണം. ആയിരിക്കോ? ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ വരിക? എ മൈനസ് ബി പ്ലസ് ബി മൈനസ് സി. ഇപ്പുറത്ത് വരിക K1 പ്ലസ് K2. മൈനസ് ബി പ്ലസ് ബി ക്യാൻസൽ ആയിട്ട് എ മൈനസ് സി ഈസ് ആൻ ഇൻറ്റീജർ. K3 ഈസ് ആൻ ഇൻറ്റീജർ എന്ന് കിട്ടി. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? എ റിലേറ്റഡ് ടു സി എന്ന് കിട്ടി. ബി അല്ല, എ റിലേറ്റഡ് ടു സി. അപ്പൊ ഈ റിലേഷൻ എന്താന്ന് കിട്ടി? ട്രാൻസിറ്റീവ് ആന്ന് കിട്ടി. ഇനി ഇക്വലൻസ് ക്ലാസ് ഓഫ് 1 എഴുതണം. അപ്പൊ ഇക്വലൻസ് ക്ലാസ് ഓഫ് 1 എഴുതുന്ന സമയത്ത് ഞാൻ എവിടുന്ന് തന്നെ തുടങ്ങണം? 1ന്റെ ക്ലാസ്സിന് എഴുതാൻ പോവാണ്. അപ്പൊ എനിക്ക് ഇൻറ്റീജേഴ്സ് തന്നെ കിട്ടണം കേട്ടോ. അപ്പൊ 1 2 3 4 പറഞ്ഞിട്ട് പോയി. ഇനി 0 -1 -2 എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. അതായത് 1ന്റെ ക്ലാസ്സില് 1 അടുത്തടുത്ത നമ്പേഴ്സ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻറ്റീജർ കിട്ടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത നമ്പർ 2 അല്ലേ പറ്റുള്ളൂ. അപ്പൊ ഇതാരാണ്? ഈ മൊത്തം ആൾക്കാർ ഇൻറ്റീജേഴ്സ് ആണ്. സോ ഇക്വലന്റ് ക്ലാസ് ഓഫ് 1ൽ നമുക്ക് കിട്ടിയത് ഇൻറ്റീജേഴ്സിനാണ്. അതിൽ തന്നെ നമുക്ക് അടുത്ത ചോദ്യം വന്നിട്ട് ഫൈൻഡ് ഇക്വലൻസ് ക്ലാസ് ഓഫ് 1/2 ആണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ ഇക്വലന്റ് ക്ലാസ് ഓഫ് 1/2, അപ്പൊ ഞാൻ 1/2 എന്ന് എഴുതി. അപ്പൊ 1/2 ഞാൻ എഴുതാണെങ്കിൽ അടുത്തത് നമുക്ക് ചെയ്യുമ്പോൾ ഒരു ഇൻറ്റീജറിനെയാണ് കിട്ടേണ്ടത്. അപ്പൊ 1/2 പ്ലസ് 1 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? 3/2 എന്ന് വരും. അപ്പൊ 1/2 3/2 എന്ത് വരും? 5/2 അങ്ങനെ പോകും. ഇവിടെ എന്ത് വരും? -1/2 -3/2 അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഇതിന്റെ ഇക്വലന്റ് ക്ലാസ്സിനെ കിട്ടുന്നത്. ഇതുപോലെ ഏത് നമ്പർ ചോദിച്ചാലും നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനിതാ ഞങ്ങളുടെ സപ്ലി പേപ്പറിൽ വന്ന ക്വസ്റ്റ്യൻ, ഡിറ്റർമിൻ വെദർ റിലേഷൻ വിത്ത് ഡയറക്ടർ ഗ്രാഫ് ഈസ് ഷോൺ ഇൻ ഈസ് ആൻ ഇക്വലൻസ് റിലേഷൻ റിഫ്ലെക്സീവ് ആണ്. ഇപ്പൊ ഇങ്ങനെ ഡയറക്ടർ ഗ്രാഫ് തന്നിട്ട് നമുക്ക് ചോദ്യം വരാം. അപ്പൊ ഇത് റിഫ്ലെക്സീവ് ആണോ? ആണ്. കാരണം എന്താണ്? എല്ലാ വെർട്ടെക്സിലും നമ്മൾക്ക് ഈ ഒരു പോയിന്റ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? വെർട്ടെക്സ് എന്ന് വിളിക്കാം. എല്ലാ വെർട്ടെക്സിലും നമുക്ക് എന്ത് വന്നിട്ടുണ്ട്? ലൂപ്പ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് അതെന്താണ്? റിഫ്ലെക്സീവ് ആണ്. എ റിലേറ്റഡ് ടു എ എന്നാണ് ഇതിന്റെ അർത്ഥം. ബി റിലേറ്റഡ് ടു ബി, സി റിലേറ്റഡ് ടു സി ആൻഡ് ഡി റിലേറ്റഡ് ടു ഡി. ഇനി നമ്മളോട് ചോദിക്കുന്നത് സിമെട്രിക് ആണോന്നോ? ഇത് സിമെട്രിക് ആണ്. കാരണം എന്താ? എന്ന് ബിക്ക് പോണ്ട്, ബിന്ന് തിരിച്ച് എക്ക് വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഇതിന് എഡ്ജ് എന്നാണല്ലോ പറയാ. അപ്പൊ രണ്ട് എഡ്ജസ് വരികയാണെങ്കിൽ, ബൈ ഡയറക്ഷണൽ എഡ്ജസ് വരികയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ശ്രദ്ധിച്ചാൽ മതി. ബൈ ഡയറക്ഷണൽ എഡ്ജ് വരികയാണെങ്കിൽ അതെന്തായിരിക്കും? സിമെട്രിക് ആവും. ഇതിൽ ഏതെങ്കിലും ഒന്നും വന്നില്ലെങ്കിൽ അത് സിമെട്രിക് ആവില്ല. ഇപ്പൊ എനിക്ക് ഡിന്ന് എയിലേക്ക് ഒന്ന് പോണ്ട സാധനം ഇല്ലായിരുന്നെങ്കിൽ ഇതെന്ത് വരില്ല? സിമെട്രിക് ആവില്ല. ഇനി അടുത്ത നമുക്കുള്ളത്, ഇത് സിമെട്രിക് ആണ് കാരണം എല്ലായിടത്തും ബൈ ഡയറക്ഷണൽ എഡ്ജ് വന്നിട്ടുണ്ട്. ട്രാൻസിറ്റീവ് ആണോ ചെക്ക് ചെയ്യണം. എന്ന് ബിക്ക് വന്നിട്ടുണ്ട്, ബി അതുപോലെ എന്ന് ബിക്ക് വന്നിട്ടുണ്ട്, ബിന്ന് ഡിക്ക് പോയിട്ടുണ്ട്, എന്ന് ഡി നമുക്ക് ഇങ്ങനെ തന്നിട്ടുണ്ടോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് ഇതെന്തല്ല? ട്രാൻസിറ്റീവ് അല്ല. ആ രീതിയിൽ നമ്മൾ എല്ലാം ചെക്ക് ചെയ്യലാണ്. ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ 5 മാർക്കിനാണ് വന്നത്. ഇത് ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ നമുക്ക് ലാഭം. അപ്പോ നിങ്ങളുടെ ടെക്സ്റ്റില് അത് ചോദിച്ചോലോ. ഇനിയിപ്പൊ അതുപോലെ ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഏതാ? അതിൽ കിടക്കുന്ന ചില ഫിഗേഴ്സ് ആണ്. അപ്പൊ ഇത് പറയോ, ഇതിന് നമുക്ക് ലൂപ്പ് ഉണ്ടോ? ലൂപ്പ് ഇല്ലാത്തത് കൊണ്ട് ഇതെന്തല്ല? റിഫ്ലെക്സീവ് അല്ല. സിമെട്രിക് ആണോ? അല്ല. അതിന് കാരണം എന്ന് ബിക്ക് പോകുന്നുണ്ട്, ബിന്ന് എയിലേക്ക് നമ്മൾ കണ്ടില്ല. അടുത്തത് എന്താണ്? ട്രാൻസിറ്റീവ് ആണോ ചെക്ക് ചെയ്യണം. അപ്പൊ ബിന്ന് സിക്ക് പോകുന്നുണ്ട്, സിന്ന് ബിക്ക് പോകുന്നുണ്ട്, പക്ഷെ ബി ഇല്ല. ഇവിടെ ലൂപ്പ് ഇല്ലാത്തത് കൊണ്ട് അതെന്തല്ല? ട്രാൻസിറ്റീവ് അല്ല. ഇനി ഈ ഒരു എക്സാമ്പിൾ നോക്കൂ. ഇവിടെ നമുക്ക് റിഫ്ലെക്സീവ് ആണ് കാരണം എല്ലായിടത്തും എന്ത് വന്നിട്ടുണ്ട്? എല്ലായിടത്തും എന്ത് വന്നിട്ടുണ്ട്? ലൂപ്പ് വന്നിട്ടുണ്ട്. അപ്പൊ റിഫ്ലെക്സീവ് ആണ്. സിമെട്രിക് അല്ല. ബിന്ന് എക്ക് പോയിട്ടുണ്ട്, ഇന്ന് ബിക്ക് വന്നിട്ടില്ല. ആന്റി സിമെട്രിക് ആണോ? ആന്റി സിമെട്രിക് ആണ് കാരണം നോ ബൈ ഡയറക്ഷണൽ എഡ്ജസ് എന്നാ പറഞ്ഞേക്കണം. അതായത് ബിന്ന് എക്ക് പോയിട്ട്
എന്ന് ബിക്ക് വന്നിട്ടില്ല. അപ്പൊ ഇത് ആന്റിസിമെട്രിക് ആണോ? അല്ല. കാരണം ബിന്ന് സിക്ക് പോയിട്ടുണ്ട്, സിന്ന് ബിക്ക് പോയിട്ടുണ്ട്. ആന്റിസിമെട്രിക് മീൻസ് എന്താ? അങ്ങനെ ബിന്ന് സിക്ക് പോയിട്ടുണ്ട്, സിന്ന് ബിക്ക് പോയിട്ടുണ്ടെങ്കിൽ ബി ഈക്വൽ ടു ബി, ആ ഒരു ബി ഈക്വൽ ടു സി, ആ ഒരു പോസിബിലിറ്റിയിൽ മാത്രമാണ് അത് ഉണ്ടാവാൻ പാടുള്ളൂ. അതിപ്പോ നമ്മൾ ലെസ് ദാന്റെ കേസ് കണ്ടിട്ടില്ലേ? എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി, ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഈക്വൽ ടു ബി ആയല്ലേ പറ്റുള്ളൂ. അങ്ങനത്തെ ടൈപ്പ് അല്ല ഇവിടെ വന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ നോക്കേണ്ടത് എവിടെയെങ്കിലും ബൈ ഡയറക്ഷണൽ കണ്ടു കഴിഞ്ഞാൽ അതെന്താവില്ല, ആന്റി സിമെട്രിക് ആവില്ല. അപ്പൊ ഇവിടെ നമ്മൾ എന്തുണ്ടായി? നോ ബൈ ഡയറക്ഷണൽ എഡ്ജസ് ആണ്. അതുകൊണ്ട് അത് ആന്റിസിമെട്രിക് ആണ്, സിമെട്രിക് അല്ല. അടുത്തതിൽ ലൂപ്പ് ഒന്നുമില്ല. പിന്നെ ട്രാൻസിറ്റീവ് അല്ല, കാരണം ബിന്ന് എക്ക് പോയിട്ടുണ്ട്, എന്ന് ഡിക്ക് പോയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ബിന്ന് ഡിയിലേക്ക് വരണം. അതില്ല. സിമെട്രിക് ആണോ ചോദിച്ചാൽ അതും അല്ല. ഇനിയിപ്പോ ആന്റിസിമെട്രിക് ആണോ ചോദിച്ചു കഴിഞ്ഞാൽ ശരിയാണ്, കാരണം ബൈ ഡയറക്ഷണൽ എഡ്ജസ് ഇവിടെ നമുക്ക് ഇല്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇതൊക്കെ നിങ്ങളുടെ ടെക്സ്റ്റിൽ കിടക്കണ ഫിഗേഴ്സ് ആണ് കേട്ടോ. ABCD ലൂപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോ എല്ലായിടത്തും ലൂപ്പ് ചെയ്തിട്ടുകൊണ്ട് ഇത് റിഫ്ലെക്സീവ് ആണ്. ഇനിയിപ്പോ ഇത് സിമെട്രിക് അല്ല, കാരണം സിന്ന് ബിക്ക് പോയിട്ടുണ്ട്, ബിന്ന് സിക്ക് വന്നിട്ടില്ല. ഇനി എന്താ? ട്രാൻസിറ്റീവ് ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. നമുക്ക് ചെക്ക് ചെയ്യണം. സിന്ന് ബിക്ക് പോയിട്ടുണ്ട്, ബിന്ന് എക്ക് പോയിട്ടുണ്ട്, സിന്ന് എക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് ട്രാൻസിറ്റീവ് അല്ല. ആന്റിസിമെട്രിക് ആണോ ചോദിച്ചാൽ അതും അല്ല, കാരണം ഈ ബൈ ഡയറക്ഷണൽ എഡ്ജസ് നമുക്ക് എവിടെ പ്രസന്റ് ചെയ്യുന്നുണ്ട്? ഈ ഒരു സൈഡിൽ പ്രസന്റ് ചെയ്യുന്നതുകൊണ്ട് അതുമല്ല. ഇനി അടുത്ത് നമുക്കുള്ളത്, ഇവിടെ നമുക്ക് സിന് ലൂപ്പ് വന്നിട്ടില്ല, അതുകൊണ്ട് അതെന്തല്ല, മറ്റേ റിഫ്ലെക്സീവ് അല്ല. സിമെട്രിക് ആണോ ചോദിച്ചു കഴിഞ്ഞാൽ അതും അല്ല, കാരണം സിമെട്രിക് ആണോ ചോദിച്ചു കഴിഞ്ഞാൽ ആണ്, കാരണം അത് വയലേറ്റ് ചെയ്യണ ഒന്നും കിട്ടിയിട്ടില്ല. സിന്ന് ബിയിലേക്ക് പോകണ്ടെങ്കിൽ ബിന്ന് സിക്ക് പോകണ്ട്. ഇവിടെ പിന്നെ നമുക്ക് നോക്കാനായിട്ടൊന്നും ഇല്ലല്ലോ, ഡി അവിടെ ഒറ്റപ്പെട്ട് കിടക്കുകയാണ്. അതുപോലെ സിന്ന് ഡിക്ക് പോയിട്ടുണ്ട്, ഡിന്ന് സിക്ക് വന്നിട്ടുണ്ട്. എന്ന് ബിക്ക് പോയിട്ടുണ്ട്, ബിന്ന് എക്ക് പോയിട്ടുണ്ട്. അപ്പൊ അത് എന്താണ്? സിമെട്രിക് ആണ്. ട്രാൻസിറ്റീവ് ആണോ? ആ ലൂപ്പ് ഇല്ലാത്തതുകൊണ്ട് അവിടെ പിടിച്ച് ഞാൻ നോക്കാണ്. സിന്ന് ബിക്ക് പോയിട്ടുണ്ട്, ബിന്ന് സിക്ക് പോയിട്ടുണ്ട്. എന്താ പറഞ്ഞ ഞാൻ? സിന്ന് ബിക്ക് പോയിട്ടുണ്ട്, ബിന്ന് സിക്ക് പോയിട്ടുണ്ട്. അപ്പൊ സിന്ന് സിയിലേക്ക് പോകണം, അവിടെ ഒരു ലൂപ്പ് വരണം. അവിടെ അത് വന്നിട്ടില്ല, അതുകൊണ്ട് അത് എന്താവില്ല, ട്രാൻസിറ്റീവ് ആവില്ല. ഇനി ഇവിടെ നോക്കണേ, ABCDയിൽ എല്ലാത്തിലും എന്തുണ്ട്? ലൂപ്പ് ഉണ്ട്. സിമെട്രിക് ആണോ ചോദിച്ചാൽ എല്ലായിടത്തും എന്തുണ്ട്? അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ബൈ ഡയറക്ഷണൽ ആയതുകൊണ്ട് അത് സിമെട്രിക് ആണ്. ട്രാൻസിറ്റീവ് ആണോ ചെക്ക് ചെയ്യാണ്. ഞാൻ എല്ലാ പേരെടുത്ത് നോക്കി, അല്ലാണ്ട് ഇപ്പൊ ഇത് AB അല്ലെങ്കിൽ പിന്നെ നമുക്ക് മെട്രിക്സ് സിമെട്രിക് ആണോ എന്ന് ചെക്ക് ചെയ്താലും മതി. അതിനാണല്ലോ ഇപ്പൊ ഈ മെട്രിക്സിനെ പഠിച്ചിട്ടുള്ളത്. ഇപ്പൊ ഞാൻ അതിൽ ABCD എഴുതാണെങ്കിൽ എനിക്ക് എന്ത് പറയാം, എല്ലാത്തിലും ലൂപ്പ് ഉള്ളതുകൊണ്ട് നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം അല്ലെ. ഇനി നോക്കൂ, എന്ന് ബിക്ക് പോയിട്ടുണ്ട്, ബിന്ന് എക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അത് കഴിഞ്ഞു. ഇനി എന്ന് സിയിലേക്കോ എന്ന് ഡിയിലേക്കോ നമുക്ക് എന്ത് വന്നിട്ടില്ല? എന്ന് സിയിലേക്ക് പോയിട്ടില്ല, അപ്പൊ ഇവിടെ 0. എന്ന് ഡിക്ക് പോയിട്ടില്ല, 0. ഇതും 0 0. ഇനി നോക്കൂ, ബിന്ന് സിയിലേക്ക് ഒന്നും പോയിട്ടില്ല, ബിന്ന് ഡിയിലേക്കും ഒന്നും പോയിട്ടില്ല. അപ്പൊ അതേപോലെ തന്നെ തിരിച്ചും. ഇനി നോക്കൂ, സിന്ന് ഡിയിലേക്ക് നമുക്ക് പോയിട്ടുണ്ട്, ഡിന്ന് സിയിലേക്ക് പോയിട്ടുണ്ട്. ഇതൊന്ന് നോക്കൂ, ഫസ്റ്റ് റോ എന്ന് പറയുന്നതും ഫസ്റ്റ് കോളം സെയിം ആണ്, സെക്കൻഡ് റോ എന്ന് പറയുന്നതും സെക്കൻഡ് കോളം സെയിം ആണ്, തേർഡ് റോ എന്ന് പറയുന്നതും തേർഡ് കോളം സെയിം ആണ്. അതുപോലെ തന്നെ ഫോർത്ത് റോ എന്ന് പറയുന്നതും ഫോർത്ത് കോളം സെയിം ആണ്. അപ്പൊ മെട്രിക്സിന് നമുക്ക് എളുപ്പത്തിൽ റിഫ്ലെക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ് ഒക്കെ പറയാൻ പറ്റും. അതിനാണ് സത്യം പറഞ്ഞ ആ ഒരു ടോപ്പിക് പഠിപ്പിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഇക്വലൻസ് റിലേഷനിൽ കുറച്ച് പ്രോബ്ലംസ് ചെയ്യാണ്ട്.
ഇവിടെ നിന്നാണല്ലോ നമ്മൾ തുടങ്ങിയത്. ഇതാ ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ പറയണത്, let m be an integer with m greater than 1, show the relation ab relation ആവണത് congruent to b mod m is an equivalence relation. ആ എമ്മിന് പകരം എന്ത് ചോദിച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ശരിക്കും. അപ്പോൾ നമുക്ക് എന്ത് പറയാം, a congruent to a mod m ആണെന്ന് പറയാം. അതെങ്ങനെയാ പറയണ്ടേ? അതായത് നമുക്ക് a മൈനസ് എ ചെയ്യുമ്പോൾ നമുക്ക് എന്താ പറയുന്നത്, സീറോ ആണ്. സീറോ എന്ന് പറയുന്നത് എമ്മിന്റെ മൾട്ടിപ്പിൾ ആണ്. കോൺഗ്രുവന്റ് മീൻസ് എന്താണ്, ഇപ്പൊ ശരിക്കും പറഞ്ഞ എ കോൺഗ്രുവന്റ് ടു ബി മോഡ് എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എ മൈനസ് ബി എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഓഫ് എം ആണ്. അതാണ് കോൺഗ്രുവൻസി കേട്ട് കഴിഞ്ഞാൽ നമ്മൾ എഴുതേണ്ടത്. അപ്പൊ ഇവിടെ എ കോൺഗ്രുവന്റ് ടു ബി മോഡ് എം എന്ന് പറയുന്നുണ്ട്. അപ്പൊ അവിടെ നമുക്ക് എന്ത് പറയാം, എ മൈനസ് ബി ഈസ് മൾട്ടിപ്പിൾ ഓഫ് എം. അപ്പൊ കെ ഈസ് ആൻ ഇന്റീജർ അല്ലേ. ഇനി അടുത്തത് ബി മൈനസ് എ എന്ന് പറയുമ്പോ എന്ത് വരും, മൈനസ് കെ എം. ഈ കെ ഈസ് ആൻ ഇന്റീജർ എന്ന് പറയുമ്പോൾ മൈനസ് കെയും എന്തായിരിക്കും, ഇന്റീജർ ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് എ റിലേറ്റഡ് ടു ബി എന്ന് തുടങ്ങി കഴിഞ്ഞാൽ ബി റിലേറ്റഡ് ടു എയിൽ അവസാനിപ്പിക്കാം. അതുകൊണ്ട് അതെന്താണ്, സിമെട്രിക് ആണ്. അടുത്തത് ട്രാൻസിറ്റീവ് ആണെന്ന് പറയാൻ വേണ്ടിയിട്ട് എ കോൺഗ്രുവന്റ് ടു ബി മോഡ് എം ആൻഡ് ബി കോൺഗ്രുവന്റ് ടു സി മോഡ് എം എന്ന് നമ്മൾ എടുത്തു. അപ്പൊ നമുക്ക് അവിടെ നിന്ന് എന്ത് കിട്ടി, എ മൈനസ് ബി എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഓഫ് എം. അത് ഞാൻ കെ വൺ ഇൻറ്റു എം എന്ന് എഴുതി. ബി മൈനസ് സി എന്ന് പറയുന്നത് കെ ടു എം എഴുതി. ഇങ്ങനത്തെ ക്വസ്റ്റ്യനിലൊക്കെ ആഡ് ചെയ്യണ കണ്ടിട്ടില്ലേ, എ റിലേറ്റഡ് ടു സി എന്ന് കിട്ടാൻ വേണ്ടി ഞാൻ ഇവിടെ ആഡ് ചെയ്തപ്പോ എ മൈനസ് ബി പ്ലസ് ബി മൈനസ് സി കെ വൺ എം പ്ലസ് കെ ടു എം. ഇപ്പൊ കെ വൺ എമ്മിന് കോമൺ ആയി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും, കെ വൺ പ്ലസ് കെ ടു എന്ന് വരും. മൈനസ് ബിയും പ്ലസ് ബിയും ക്യാൻസൽ ചെയ്തിട്ട് എ മൈനസ് സി എന്ന് പറയുന്നത് കെ വൺ പ്ലസ് കെ ടു എം എന്ന് കിട്ടി. അപ്പൊ എ കോൺഗ്രുവന്റ് ടു സി എന്ന് കിട്ടി. ഇവിടെ നമുക്ക് എന്ത് പറയാം, ആർ ഈസ് എ ട്രാൻസിറ്റീവ് എന്ന് പറയാം. അടുത്ത നമ്മുടെ ക്വസ്റ്റ്യൻ, ആർ ബി എ റിലേഷൻ ഓൺ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് സച്ച് ദാറ്റ് എക്സ് റിലേറ്റഡ് ടു വൈ ഇഫ് ആൻഡ് ഓൺലി ഇഫ് മോഡുലസ് ഓഫ് എക്സ് മൈനസ് വൈ ലെസ് ദാൻ 1. ഇത് ഇക്വലൻസ് റിലേഷൻ ആണോന്ന ചോദ്യം. അല്ല, ട്രാൻസിറ്റീവിന് പ്രശ്നം ഉണ്ടാക്കും. അപ്പോ ആദ്യം ഞാൻ എന്ത് ചെയ്തു, എക്സ് മൈനസ് എക്സ് എന്ന് പറയുന്നത് സീറോ ആണ്. അപ്പൊ എന്തായാലും സീറോ എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 1 ആയതുകൊണ്ട് ഇത് റിഫ്ലെക്സീവ് ആണ്. സിമെട്രിക് ആണോ ചോദിച്ചാൽ ആണ്, കാരണം മോഡുലസ് ഓഫ് എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് വൈ മൈനസ് എക്സ് എന്ന് പറയുന്നത് സെയിം ആണ്. ഇപ്പൊ എക്സ് റിലേറ്റഡ് ടു എക്സ് വൈ എലമെന്റ് ഓഫ് ആർ എക്സ് റിലേറ്റഡ് ടു വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് എന്ത് എഴുതാം, മോഡുലസ് ഓഫ് എക്സ് മൈനസ് വൈ ലെസ് ദാൻ 1 എഴുതാം. This implies modulus of y minus x less than 1. This implies y related to x. അതുകൊണ്ട് ഈ r എന്താണ്, സിമെട്രിക് ആണ്. ഞാൻ സിമെട്രിക് അല്ലാത്ത ഒരു ട്രാൻസിറ്റീവ് അല്ലാത്ത ഒരു എക്സാമ്പിളിന് ക്രിയേറ്റ് ചെയ്യാണ്. ഇപ്പൊ 0യും 0.9ഉം പിന്നെ അത് കഴിഞ്ഞാൽ എന്ത് ചെയ്തു, 1.8ഉം. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യത്തെ എക്സ് വൈ എടുക്കുന്നത് 0യും 0.9ഉം. അപ്പൊ ഇവരിൽ തമ്മിലുള്ള 0 മൈനസ് 0.9 എന്ന് പറയുന്നത് ലെസ് ദാൻ 1 ആണ്, കാരണം 0.9 അല്ലേ വരുന്നത്. ഈ 0.9ഉം 1.8ഉം എന്താണ്, മോഡുലസ് ചെയ്യുന്ന സമയത്ത് അതും 1.8 മൈനസ് 0.9 ചെയ്യുമ്പോൾ നമുക്ക് എന്താ വരുന്നത്, അതും 0.9 തന്നെയാണ് വരുന്നത്, ലെസ് ദാൻ 1 ആണ്. പക്ഷേ ഈ 0യും 1.8ഉം തമ്മിൽ ആകെ 1 വ്യത്യാസം, ലെസ് ദാൻ 1 ആണോ വ്യത്യാസം? അല്ല. അപ്പോ ഇത് ഞാൻ ക്രിയേറ്റ് ചെയ്തൊരു എക്സാമ്പിളാ. നിങ്ങൾക്ക് എങ്ങനെ എന്ത് എക്സാമ്പിൾ വേണമെങ്കിലും ആ ടൈമിൽ ക്രിയേറ്റ് ചെയ്യാം. ഇനി അടുത്തത്, വാട്ട് ആർ ദ ഇക്വലന്റ് ക്ലാസസ് ഓഫ് 0, 1, 2, 3 ആൻഡ് കോൺഗ്രുവന്റ് മോഡുലോ 4. ഇപ്പൊ 0 മോഡുലോ 4, അപ്പൊ 0ന്റെ നമ്മൾ ഫസ്റ്റ് ചെയ്താണ്, ജസ്റ്റ് 4 ആഡ് ചെയ്ത് പോവാണ്. അപ്പൊ അത് 0 എഴുതി, 4 എഴുതി, 8 എഴുതി. അതേപോലെ തിരിച്ചെന്ത് എഴുതി, 4നെ മൈനസ് ചെയ്യുമ്പോൾ -4 -8. ഇനി ഞാൻ കോൺഗ്രുവന്റ് മോഡുലോ 1 എഴുതാണെങ്കിൽ ഇവിടെ ഒന്ന് ആഡ് ചെയ്യാം. ഇവിടെ 0 + 1 1, 4 + 1 5, 8 + 1 9, -4 + 1 -3, -8 + 1 -7. അടുത്ത കോൺഗ്രുവന്റ് മോഡുലോ 2 എഴുതുമ്പോൾ വീണ്ടും 1 ആഡ് ചെയ്തു, 2 6 10. ഇവിടെ എന്ത് വരും, -2 -6. വീണ്ടും ഞാൻ 1 ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും, കോൺഗ്രുവന്റ് മോഡുലോ 3 എഴുതുമ്പോൾ 3 7 11, -2 + 1 എന്ന് പറയുന്നത് -1. ഓക്കെ,
അപ്പോൾ ഇവിടെ നമുക്ക് കോൺഗ്രന്റ് ക്ലാസ് കിട്ടി. ഇനി നമുക്ക് എന്ത് പറയാം, അടുത്ത് 4ന്റെ എഴുതുമ്പോ എന്തെന്നെയാ റിപ്പീറ്റ് അടിക്കുക? ഇക്വലന്റ് ക്ലാസ് ഓഫ് 4 0. കണ്ടോ, ഈ ഇക്വലന്റ് ക്ലാസ് ഓഫ് 0യും ഇക്വലന്റ് ക്ലാസ് ഓഫ് 4 സെയിമാ. ഇതിന്റെ ഉള്ളിലുള്ള എല്ലാവരുടെ ഇക്വലന്റ് ക്ലാസ്സും എന്തായിരിക്കും? ഇക്വലന്റ് ക്ലാസ് ഓഫ് 0ന് സെയിം ആയിരിക്കും. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. സപ്പോസ് A is a non-empty set and F is a function which has n as its domain. Let R be a relation on ordered pair xy such that f of x equal to f of y. എന്തായാലും റിഫ്ലെക്സീവ് ആയിരിക്കും. ആർ ഇക്വലൻസ് റിലേഷൻ ആണോ ചോദിക്കണേ? ആണ്. കാരണം എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് തന്നെയായിരിക്കും. നമ്മൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് വൈ എടുക്കുകയാണെങ്കിൽ തിരിച്ചു ആയിരിക്കും. അപ്പൊ ആർ സിമെട്രിക് ആണ്. ആ ട്രാൻസിറ്റീവ് ആണോ ചോദിച്ചു കഴിഞ്ഞാൽ അതുമാണ്. കാരണം എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് വൈ എന്ന് എടുത്തു, എഫ് ഓഫ് വൈ ഈക്വൽ ടു എഫ് ഓഫ് സെഡ് എന്ന് എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് വരും? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് വൈ ഈക്വൽ ടു എഫ് ഓഫ് സെഡ് എന്ന് നമുക്ക് കിട്ടും.